തിരുവനന്തപുരം സിറ്റിയുടെ കണ്ണായ ഭാഗത്ത്, അതായത് നമ്മുടെ കരമന നീറമൺകര ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം മാറി നല്ല അടിപൊളിയൊരു ലൊക്കേഷൻ, എങ്ങനെയാ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ലൊക്കേഷനിൽ ദാ ഈ കാണുന്ന 20 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട്. നല്ല അടിപൊളിയൊരു വീട് വയ്ക്കാം. നമുക്ക് റിവർ വ്യൂ ഫ്രണ്ടേജിൽ വേണമെങ്കിൽ വീട് ചെയ്യാവുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ്. ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷ്വൽ ആഡ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിൻവശത്ത് കരമന ആറ്റിൻ്റെ കരയിലൂടെ ഇപ്പോൾ റീസെൻ്റായിട്ടൊരു ബണ്ട് റോഡ് ചെയ്തിട്ടുണ്ട്. അതായത് നടപ്പാതയും ടർഫും അങ്ങനെ കുറേയധികം പരിപാടികളായിട്ട് ഏകദേശം 15 കോടി രൂപ മുടക്കി ആഴങ്ങളെന്ന് പറഞ്ഞൊരു പാർക്ക് ഇപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൂടെ വരുന്ന ആ ഒരു നടപ്പാത നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് പിൻവശത്തായിട്ട് വരും. ഇഫ് ഇൻ കേസ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് ഒരു കണക്ടിവിറ്റി വല്ല ഇടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രാവിലെ തന്നെ നല്ല റിലാക്സ് ചെയ്യാൻ അതുവഴി തന്നെ നമുക്ക് പോകാവുന്നതാണ്. ആ രീതിയിലുള്ളൊരു ലൊക്കേഷനിൽ, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ലൊക്കേഷനിൽ, സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെ നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടി സ്വന്തമാക്കാം. ഇതിപ്പോൾ വലിയൊരു വീടൊക്കെ വെച്ച് ചുറ്റും നല്ലതുപോലെ സ്പേസ് വേണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു കരഭൂമിയാണ് ഈ ഒരു പ്രോപ്പർട്ടി. ചുറ്റുവട്ടമൊക്കെ നോക്കി ഒത്തിരിയധികം വീടുകളുള്ള ഈ ലൊക്കേഷൻ വരുന്നത് നീറമൺകര ജംഗ്ഷനിൽ നിന്ന് ഐഷറിൻ്റെയൊക്കെ അടുത്തൂടെ കാണുന്ന ശങ്കർ നഗർ എന്ന് പറഞ്ഞിട്ട് ഒരു റോഡ് കാണാൻ സാധിക്കും. അതിനകത്തേക്ക് കയറി ആനന്ദ് നഗർ 3rd സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. ആനന്ദ് നഗർ റെസിഡൻസ് അസോസിയേഷൻ ANRA 30 എന്ന് പറയുന്ന നമ്പറാണ് ഇതാ ഈ വീടിന്. ആ നമ്പർ നോക്കി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം. ഈ ഒരു വഴി തന്നെ അത്യാവശ്യം നല്ല വീതിയുണ്ട്. അതായത് നമ്മുടെ ഈ 2 വീടിനും തൊട്ട് പിൻവശത്തായിട്ടാണ് പ്രോപ്പർട്ടി കിടപ്പുള്ളത്. അപ്പോൾ അങ്ങനെ വീതിക്ക് വന്നിട്ട് പിന്നെ വൈഡായിട്ട് ഏകദേശം റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്കിതാ ഇവിടെ ഒരു വീട് വെച്ച് അങ്ങോട്ടേക്ക് ഗാർഡനും അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ആ ഒരു ബണ്ട് റോഡ്, പിന്നെ അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് വരുന്നത് കരമന ആറാണ്. ആ രീതിയിലാണ് പ്രോപ്പർട്ടിയിലെ ഒരു ഫ്രണ്ടേജൊക്കെ വരുന്നത്. നമുക്ക് മെയിൻ റോഡിൽ നിന്ന് കഷ്ടിച്ച് 1 കിലോമീറ്ററാണ് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത്. ഞാൻ ഈ പ്രോപ്പർട്ടിയുടെ ഒരു ഡ്രോൺ വിഷ്വൽ വീഡിയോയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി എത്രത്തോളാണെന്ന് മനസ്സിലാവും. നമ്മുടെ കരമന ആറിൻ്റെ തീരത്തുള്ള ഈ ഒരു പാർക്കിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇന്ന് ഞാൻ ഒരു വിഷ്വൽ കണ്ടപ്പോഴാണ് മനസ്സിലായത്. നല്ല രസമുള്ള സ്ഥലം. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലാക്കാം. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 13 ലക്ഷം രൂപയാണ്. തമ്പാനൂരിൽ നിന്നൊക്കെ വളരെ അടുത്ത്, അതായത് ഇവിടെ നിന്ന് തമ്പാനൂർ ജംഗ്ഷനിലേക്ക് നമുക്ക് ഏകദേശം ഒരു 3.5 കിലോമീറ്ററേ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡിസ്റ്റൻസ് വരുന്നു. ഇവിടെ നിന്ന് തൊട്ടടുത്തായിട്ട് തന്നെ മരുതൂർക്കടവ് പാലം, നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെയൊക്കെ അവിടെ മരുതൂർക്കടവ് പാലത്തിൻ്റെ അവിടെ കയറാനായിട്ട് ഇവിടെ നിന്നൊരു 350 മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് അകത്തൂടെ വേറെ റോഡുണ്ട്. ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് മരുതൂർക്കടവ് അവിടെ ചെന്ന് കയറാൻ സാധിക്കും. ഏകദേശം 350 മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ആ രീതിയിൽ ആക്സസ് വരുന്ന ലൊക്കേഷനിൽ അടിപൊളിയൊരു പ്രോപ്പർട്ടി മിസ്സാക്കണ്ട. ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 13 ലക്ഷം രൂപയാണ്.